എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല എന്നോർത്ത് ഞാൻ ജീവിതത്തിൽ സന്തോഷിച്ച ഒരേ ഒരു കാര്യമേ ഉള്ളൂ കേട്ടോ. അത് ഈ സ്നോയാണ്. എല്ലാ രാജ്യക്കാരും സ്നോ പെയ്തത് സ്റ്റോറി ഇട്ട് കളിച്ചപ്പോൾ സന്തോഷത്തോടെ അത് കണ്ട് രസിച്ചത് ഞാനാവും. ബിക്കോസ് ഇവിടെ ആകെ ഒരു ദിവസം മാത്രമേ ഈ കാണുന്ന പോലെ സ്നോ പെയ്തുള്ളൂ. ബട്ട് -ഡിഗ്രിയും തണുപ്പും ഒക്കെയാണ് കേട്ടോ ഇവിടെ. ഞാൻ സ്നോയുടെ കഥ പറയാൻ വന്നതല്ല. -10 വരെ പോയിട്ടും ഞങ്ങളുടെ വീട്ടിലെ ഹീറ്റർ ഞങ്ങൾ ഓണാക്കിയിട്ട്. അതിന് കാരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ വീട് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ റെൻറ്റിനെടുക്കുമ്പോൾ റെഡ് എന്നും ഗ്രീൻ എന്നും ഒക്കെ മാർക്ക് ചെയ്തേക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ വീട് എത്രമാത്രം എനർജി എഫിഷ്യൻ്റ് ആണെന്ന് കാണിക്കുന്ന കേട്ടോ. തൊട്ട് ജി വരെയാണ് ഇതിലെ വേർതിരിക്കുന്നത്. ജി എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കൂടുതലായി ഊർജ്ജം ഉപയോഗിക്കുന്നു എന്നാണ്. പഴയ കെട്ടിടങ്ങളൊക്കെ തന്നെ ജി ആയിരിക്കും. അതുപോലെ തന്നെ റെഡ്, ഗ്രീൻ എന്നീ കുറേ കളറുകളും ഇതിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. റെഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ലോ എനർജി എഫിഷ്യൻസി എന്നാണ്. അതായത് ഇത് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നു. അതിനാൽ തന്നെ നമ്മുടെ കറണ്ട് ബില്ല് കൂടുതലും. ഒരു ഹീറ്റർ കൊണ്ടൊന്നും ചൂട് കിട്ടുന്നില്ലാത്തതായി തോന്നുന്നതിനാൽ കൂടുതൽ ഹീറ്റർ വെക്കേണ്ടതൊക്കെ വരുന്നു. അപ്പോൾ ഇനി വീട് നോക്കുമ്പം A++ഉം ഗ്രീൻ കളറും ഒക്കെ ഉള്ള വീടുകൾ തിരഞ്ഞെടുക്കാൻ നോക്കുക. ഇത് വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിനേക്കാൾ അപ്പുറം ധനലാഭവും നമുക്ക് ഉണ്ടാക്കി തരും.